ഹായ് ഗീസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇതുപോലെ ചെറിയ മാത്സിലെ പ്രോബ്ലംസ് സോൾവ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ചെറിയ ആപ്ലിക്കേഷനാണ്. അതായത് നിങ്ങൾക്ക് ഇതുപോലെ സിമ്പിളായിട്ടുള്ള ഓരോ പ്രോബ്ലംസ് ആണ് ഇതിൽ വരുന്നത്. അതായത് ഇപ്പോൾ 6+3 എത്രയാണ്, 9 ആണ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, അതിനുള്ള ആ ഒരു ഇത് കംപ്ലീറ്റ് ആവും. അങ്ങനെ നിങ്ങൾക്ക് ഡെയിലി ഒരു 30 ടാസ്ക് വരും. അത് 30 നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു ഏണിങ്സ് വെച്ച് നിങ്ങൾക്ക് ഡെയിലി ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളൊരു അടിപൊളി ചെറിയൊരു ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യണം, നേരെ വീഡിയോയിലോട്ട് പോകാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ചെറിയൊരു ബഗ് ട്രിക്ക് കൂടിയുണ്ട്. അപ്പോൾ ആ ഒരു ട്രിക്ക് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കുറച്ചുകൂടി വേഗത്തിൽ നിങ്ങൾക്ക് ഇതിൽ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല അടിപൊളി ആപ്ലിക്കേഷൻസ് ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യേണ്ട, നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ തന്നിട്ടുണ്ടാകും. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക. പ്ലേ സ്റ്റോറിലുള്ള ആപ്ലിക്കേഷനാണ്. ഓക്കെ, അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ഇത് ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ഒരുപാട് കാര്യങ്ങളൊന്നും കാണാനായിട്ട് പറ്റില്ല. ജസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് ഓരോ ഷെയർ ചെയ്യുക, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോ കാറ്റഗറീസ് കാണാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിലായിട്ട് ആ ഒരു നാവിഗേഷൻ ബാറിൽ, അതായത് ത്രീ ലൈൻ കാണാൻ പറ്റില്ല. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഇതിലെ ഏണിങ്സ് കാര്യങ്ങൾ ആ ഒരു പേജിലോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ആയിട്ട് കാണാൻ പറ്റും മാത്ത് ടാസ്ക്, പ്രോമോ കോഡ്, വാലറ്റ് എന്നൊക്കെ പറഞ്ഞ് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ മാത്ത് ടാസ്കിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ സൈൻ ചെയ്യാനുള്ള ഇൻ്റർഫേസ് വരുമ്പോൾ ഇവിടെ ആയിട്ട് നിങ്ങളുടെ ഇമെയിൽ ID, അതുപോലെ നമ്പർ, പാസ്വേഡ് കൊടുത്തിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സൈൻ ചെയ്യുക. അപ്പോൾ ഇത്രയുള്ളൂ ഈ ഒരു ആപ്ലിക്കേഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പം ആപ്ലിക്കേഷൻ ജസ്റ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏണിങ്ങിൻ്റെ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ജസ്റ്റ് വീണ്ടും അതിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ വരും. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഈ ഒരു പ്രോമോ കോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ആയിട്ട് എൻ്റർ പ്രോമോ കോഡ് എന്നുള്ളത് നിങ്ങൾ സ്പെഷ്യൽ ആപ്പ് എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്യുക. ഓക്കെ, സ്പെഷ്യൽ ആപ്പ് എന്ന് എൻ്റർ ചെയ്യുക. അതിന് ശേഷം അപ്ലൈ കൊടുക്കുക. അപ്പോൾ ഞാനത് ഓൾറെഡി അപ്ലൈ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു 100 കോയിൻസ് കിട്ടും. അത് ഇപ്പം അവൈലബിൾ ആണോ എന്ന് അറിയില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കാണാൻ പറ്റും. ഞാനിപ്പോൾ ഓൾറെഡി ക്ലെയിം ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇതിലെ ഏണിങ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അതിനുമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിൽ നമുക്ക് ഏൺ ചെയ്യുന്ന എമൗണ്ട് വിഡ്രോ ചെയ്യാണ്ട് UPI, ഗൂഗിൾ പേ, ബാങ്ക് ട്രാൻസ്ഫർ ഒക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് UPIയിലോട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 450 കോയിൻസ് ഉണ്ടെങ്കിൽ 3 രൂപ നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, നിങ്ങളുടെ UPI IDയിലോട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇനി ഇതിൽ എങ്ങനെയാണ് ക്യാഷ് ഏൺ ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഈ ഒരു മാത്ത് ടാസ്കിൽ ക്ലിക്ക് ചെയ്യുക. മാത്ത് ടാസ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ലോഡായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഡെയിലി നമുക്കൊരു 30 ടാസ്ക്കാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ജസ്റ്റ് ലോഡ് ആവുന്നുണ്ട്. അപ്പോൾ കാണാൻ പറ്റും 30 എണ്ണം ഉണ്ട്. 30 എണ്ണത്തിൽ ഞാൻ 15 കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി എനിക്കൊരു 15 കൂടി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞിരുന്ന ഒരു ബഗ് ട്രിക്ക് ഉണ്ട്. ആ ഒരു ബഗ് ട്രിക്ക് യൂസ് ചെയ്തിട്ടാണ് ഞാൻ എത്ര പെട്ടെന്ന് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്, ആ ഒരു 15 എണ്ണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൽ എങ്ങനെയാണ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ സിമ്പിളാണ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. 9+2 എത്രയാണ്? ഇവിടെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ 9+2 11. അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഒരു ആഡ് വരും. അപ്പോൾ ആഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് 5 സെക്കൻഡിൻ്റെ ആഡാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ആഡ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ക്ലോസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു 8 കോയിൻ ആഡ് സക്സസ്ഫുൾ ചെയ്തുകൊണ്ട് കാണാൻ പറ്റും. ഇപ്പോൾ 16 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അതിന് ശേഷം നിങ്ങൾക്ക് ഒരു കൗണ്ട് ഡൗൺ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു കൗണ്ട് ഡൗൺ ആണ് നമ്മൾ ബൈപ്പാസ് ചെയ്യാനായിട്ട് പോകുന്നത്. അല്ലെങ്കിൽ നമ്മളത് സ്കിപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതിന് ശേഷം നമുക്ക് എപ്പോഴും ആ ഒരു കൗണ്ട് ഡൗൺ വരും. നമുക്ക് ഒരുപാട് സമയം എടുക്കും നമുക്ക് ഈ ഒരു ടാസ്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് നമുക്കത് മാറ്റുക അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക എന്നുള്ളത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് അപ്പോൾ അടുത്ത ഓപ്ഷൻ അല്ലെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് 5+6 എത്രയാണ്? അത് 11. ജസ്റ്റ് 11ൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്തു. ആഡ് വരുന്നുണ്ട്. അപ്പോൾ ആഡ് ജസ്റ്റ് ലോഡാവും. അപ്പോൾ നമുക്ക് അധികം സമയം ആഡ് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് 5 സെക്കൻഡ് വരുന്നുള്ളൂ. ജസ്റ്റ് സ്കിപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ഒരു 13 ഓക്കെ, കുറച്ച് സമയം നമുക്ക് കൗണ്ട് ഡൗൺ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ ഈ ഒരു ആപ്ലിക്കേഷൻ ഇങ്ങനെ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഫ്ലോട്ടിംഗ് വിൻഡോ എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എല്ലാ ഫോണിലും ഉണ്ടാവും ഫ്ലോട്ടിംഗ് വിൻഡോ. അത് അങ്ങനെ ആക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ മിനിമൈസ് ആയിട്ട് ചെറുതായിട്ടുണ്ടാവും. അതിനുശേഷം വീണ്ടും ആ ഒരു ആപ്ലിക്കേഷനോട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു കൗണ്ട് ഡൗൺ അല്ലെങ്കിൽ ആ ഒരു ടൈമർ പോയിട്ടുണ്ട്. കാണാൻ പറ്റും. ഇപ്പോൾ 9+1 എത്രയാണ്? 10. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടി കാണിച്ചു തരാം. 10. അപ്പോൾ അതിന് മുകളിൽ ക്ലിക്ക് ചെയ്തു. ആഡ് വരും. ആഡ് ജസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്ത് അപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫ്ലോട്ടിംഗ് വിൻഡോയിലിട്ട് അല്ലെങ്കിൽ നിങ്ങൾ സ്പ്ലിറ്റ് സ്ക്രീനിലിട്ട് നോക്കുക. അതിൽ വർക്ക് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫ്ലോട്ടിംഗ് വിൻഡോ കാണാൻ പറ്റും. ഇങ്ങനെ ആക്കി ഇട്ടുകൊണ്ട് കാണാൻ പറ്റും. അവിടെ ലോഡിങ് ആയിട്ടുണ്ട്. വീണ്ടും നൂറ് എടുത്തിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും ആ ഒരു കൗണ്ട് ഡൗൺ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ 18. ഓക്കെ, കാണാൻ പറ്റും 18 ടാസ്ക് 18 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ 2+6 എത്രയാണ്? 8. അതിന് മുകളിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ആഡ് ലോഡ് ആവുന്ന കാണാൻ പറ്റും. അതിനുശേഷം ആ ഒരു ആഡ് ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മൾ സ്കിപ്പ് ചെയ്യുക. നിങ്ങൾക്ക് ലൈവായിട്ട് ഞാൻ കാണിച്ചു തരാം എത്ര പെട്ടെന്ന് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതുപോലെ ആകുമ്പോൾ ഫ്ലോട്ടിംഗ് വിൻഡോ ഇടുക. അതിനുശേഷം വീണ്ടും ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ആ ഒരു കംപ്ലീറ്റ് ആയി കാണാൻ പറ്റും. 19 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്ത് നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾ ഡെയിലി സിമ്പിളായിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ 7+5 എത്രയാണ്? 12. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. ആഡ് ലോഡ് ആവുന്നുണ്ട്. ആഡ് ലോഡ് ആവുന്ന സമയത്ത് ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക.
ഓക്കെ ഞാൻ കാണിച്ചു തന്നെങ്കിൽ ലൈവായിട്ട് കാണിച്ചു തരാം വീണ്ടും സ്കിപ്പ് ചെയ്യുക ആ ഒരു ടൈം അല്ലെങ്കിൽ നിങ്ങൾ അത്രയും സമയം നിങ്ങൾ 10 സെക്കൻഡ് 15 സെക്കൻഡ് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ കാണാൻ പറ്റും അപ്പോൾ അതൊന്നും കാര്യമില്ല അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ ഇപ്പോൾ 20 എണ്ണം കംപ്ലീറ്റ് ആണ് ഇപ്പോൾ 5+4 എത്രയാണ് 9 അപ്പോൾ ഇവിടെ നമുക്ക് ഇൻസ്റ്റാൾ ടാസ്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇൻസ്റ്റാൾ ടാസ്ക് എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതുപോലെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് ആദ്യം തന്നെ നിങ്ങൾ ആപ്പ് ഫുൾ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ഒന്നുകൂടി എടുക്കുക കേട്ടോ അതായിരിക്കും കുറച്ചും ബെറ്റർ കാരണം നമ്മൾ ട്രിക്ക് ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ആപ്പ് ഫുൾ ക്ലിയർ ചെയ്തിട്ട് ഒന്നുകൂടി എടുക്കുക അപ്പോൾ നമ്മളോട് 7+4 എത്രയാണ് 11 അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ആഡ് വരും ഇൻസ്റ്റാളിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ആഡ് ലോഡ് ആവുന്നുണ്ട് അപ്പോൾ ആഡ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മിനിറ്റ് ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് ഇവിടെ സ്കിപ്പ് ചെയ്തിട്ട് ഇവിടെ ഇൻസ്റ്റാൾ കൊടുക്കുക ഇൻസ്റ്റാൾ കൊടുത്തതിന് ശേഷം ഇത് നിങ്ങൾ ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം നിങ്ങൾ ജസ്റ്റ് മോർ ഇൻഫോയിൽ പോയതിന് ശേഷം KB ആപ്സ് എന്ന് സെർച്ച് ചെയ്യുക KB ആപ്സ് എന്ന് സെർച്ച് ചെയ്തതിന് ശേഷം KB മാത്രം സൈസ് വരുന്ന ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക ഓക്കെ നിങ്ങൾക്ക് കാണാം അവർ ലൈവായിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓക്കെ ജസ്റ്റ് പെട്ടെന്ന് തന്നെ അത് ഇൻസ്റ്റാൾ ആവുന്നതായിരിക്കും ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ആ ഒരു ആപ്പ് നിങ്ങൾ എന്ത് ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ ഒരു 30 സെക്കൻഡ് നിങ്ങൾ ആ ഒരു ആപ്ലിക്കേഷനിൽ ഓപ്പൺ ചെയ്ത് ഇങ്ങനെ വെക്കുക ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം ഓക്കെ ഞാനിപ്പോൾ ഏകദേശം 30 സെക്കൻഡ് ഞാൻ യൂസ് ചെയ്തതിന് ശേഷം ബാക്ക് പോവാണ് കാണിച്ചു തരാം ബാക്ക് പോവുക ജസ്റ്റ് ക്ലോസ് ചെയ്യുക കാണാൻ പറ്റും ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആയിട്ട് 8 കോയിൻ ആയിട്ട് സക്സസ്ഫുള്ളി അതിനുശേഷം അടുത്ത ടാസ്ക് നിങ്ങൾ വീണ്ടും കംപ്ലീറ്റ് ചെയ്യുക അത് നിങ്ങൾ മറ്റേ ട്രിക്ക് യൂസ് ചെയ്യുക ജസ്റ്റ് ഫ്ലോട്ടിംഗ് വിൻഡോയിലാണ് ഓക്കെ അപ്പോൾ ഫ്ലോട്ടിംഗ് വിൻഡോ നിങ്ങൾക്ക് അറിയായിരിക്കും അതായത് നമുക്ക് മിനിമൈസ് ചെയ്ത് യൂസ് ചെയ്യാനുള്ള ആ ഒരു അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് ആയിട്ട് എന്ന് വെച്ചാൽ ആ ആപ്പ് നമുക്ക് മിനിമൈസ് ചെയ്തിട്ട് ചെറിയ സ്ക്രീനിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ടാണ് അപ്പോൾ നമുക്ക് വേറെ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നതിനായിട്ടല്ല നമുക്കിത് യൂസ് ചെയ്യാം അതിന് വേണ്ടിയുള്ള ഓപ്ഷനാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലാതെ നിങ്ങൾ സ്പ്ലിറ്റ് സ്ക്രീനിൽ ഇട്ടാലും ചിലപ്പോൾ വർക്ക് ആവുമായിരിക്കും എനിക്ക് കറക്റ്റ് അറിയില്ല ഫ്ലോട്ടിംഗ് വിൻഡോ എന്നുള്ളത് എല്ലാ ഫോൺസിലും ഉണ്ടാവുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ ഫുൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് സംഭവം വരുന്നത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇനി ജസ്റ്റ് ഒന്ന് ഫുൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഡെയിലി ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കാണാൻ പറ്റും അപ്പോൾ ഇനി കം ബാക്ക് ടുമാറോ എന്നാണ് പറയുന്നത് അപ്പോൾ എൻ്റെ 30 എണ്ണം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ നിങ്ങൾക്ക് വിഡ്രോ ചെയ്ത് കാണിച്ചാൽ വിഡ്രോ ചെയ്യേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട് അതിനുശേഷം ഞാൻ എൻ്റെ വാലറ്റിലോട്ട് പോവുകയാണ് അപ്പോൾ വാലറ്റിലോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും വിഡ്രോയിൽ ഓപ്ഷൻസ് കാണാൻ പറ്റും എൻ്റെ ഇപ്പോൾ 534 കോയിൻസ് ഉണ്ട് നിങ്ങൾക്ക് UPI ലോട്ടും ഗൂഗിൾ പേയിലോട്ടും ബാങ്ക് ട്രാൻസ്ഫർ ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ UPI ലോട്ട് മാക്സിമം വിഡ്രോ ചെയ്യുക അപ്പോൾ UPI കാണാൻ പറ്റും UPI ലോട്ട് ക്ലിക്ക് ചെയ്തിട്ടുണ്ട് അതിനുശേഷം 450 കോയിനാണ് ഞാൻ എടുക്കുന്നത് 3 റുപ്പീസാണ് എൻ്റെ വാല്യൂ ഓക്കെ ശരി ക്ലിക്ക് ചെയ്തു അതിനുശേഷം നെയിം നമ്പർ UPI ID കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഞാനായിട്ട് വിഡ്രോ ചെയ്തിരുന്ന് കാണാൻ പറ്റും വിഡ്രോയിൽ സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് ഓക്കെ ജസ്റ്റ് ഓക്കെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു പേയ്മെൻറ്റ് നമുക്ക് ഇന്ന് തന്നെ കയറുന്നതായിരിക്കും ഇന്ന് ഓക്കെ അധികം ടൈമൊന്നും എടുക്കില്ല പെട്ടെന്ന് തന്നെ ആ ഒരു പേയ്മെൻറ്റ് കാലം കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എനിക്ക് ഒരു പേയ്മെൻറ്റ് കിട്ടുമ്പോൾ ഞാൻ എന്തായാലും ടെലിഗ്രാമിൽ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ടാണ് എനിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും വീഡിയോയിൽ ഞാൻ ഇപ്പോൾ സൈഡിൽ ആഡ് ചെയ്യാം ഇല്ലാന്നുണ്ടെങ്കിൽ ടെലിഗ്രാമിൽ ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് താഴെ തന്നിട്ടുണ്ടാകും ഓക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി പറയാനുള്ളത് നല്ലൊരു ആപ്ലിക്കേഷനാണ് നല്ല ചെറിയൊരു സെൽഫ് ഫീഡിങ് ആപ്ലിക്കേഷനാണ് ഓക്കെ അപ്പോൾ ഇങ്ങനത്തെ ആപ്ലിക്കേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഞാൻ മുമ്പും ഇങ്ങനത്തെ ആപ്ലിക്കേഷൻസൊക്കെ പരിചയപ്പെടാറുണ്ട് അപ്പോൾ ഞാൻ പറയാറുണ്ട് ചെറിയ ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് ചെറിയ വർക്ക് വരുന്നുള്ളൂ അതായത് ചെറിയ ഡെയിലി വെറുതെ ഇരിക്കുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു ആപ്പ് യൂസ് ചെയ്യുക ചെറിയ രീതിക്ക് ഒരു 5 റുപ്പീസ് 3 റുപ്പീസ് അങ്ങനെ 10 റുപ്പീസ് അങ്ങനെയൊക്കെ വെച്ച് നിങ്ങൾ ഇങ്ങനത്തെ ഒരു കുറച്ച് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഡെയിലി ചെറിയൊരു എമൗണ്ട് വെച്ച് ഇങ്ങനെ ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഓക്കെ നിങ്ങൾ ആരെയും റെഫർ ചെയ്യുക ഒന്നും ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾക്ക് സെൽഫായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തിട്ട് ഏൺ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ആപ്ലിക്കേഷൻസ് ആണോ വേണ്ടത് അല്ലെങ്കിൽ വേറെ ആപ്ലിക്കേഷൻസ് ആണോ വേണ്ടതെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇങ്ങനത്തെ ആപ്ലിക്കേഷൻസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ഗുഡ് ബൈ